നമ്മുടെ മരണത്തോടെ നമ്മളെ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആരംഭിക്കുന്ന ലോകമാണ് ബർസഖിന്റെ ലോകം. ആ വീട് നമ്മുടെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരായി നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച, നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചവർ പലരും ഇന്ന് ആ വീട്ടിലാ ഉള്ളത്. ആലോചിക്കണം, നമ്മൾ ഇന്ന് മരിച്ചവർ തൊട്ടടുത്ത സെക്കൻഡിൽ അവിടെയാണ്, ഇന്നലെ മരിച്ചവർ ആ വീട്ടിലാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ചിരുന്ന് നമസ്കരിക്കാൻ വന്ന ജുമാക്ക് വന്ന ഷാജി സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബൊക്കെ ഇന്ന് ആ ബർസഖിന്റെ ലോകത്തേക്ക് യാത്ര പോയി. തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആലോചിക്കുക, ഈ വീടിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും പണി തുടങ്ങിയിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് ആരോടെങ്കിലും അറിയേണ്ട പോലെ ചെന്ന് ചോദിച്ചിട്ടുണ്ടോ? അവിടുത്തെ വിജയത്തിന് വേണ്ടി വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആനാ പറയണത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരേക്കും അവരുടെ പിന്നിലുള്ള ജീവിതം ബർസഖിന്റെ ജീവിതമാണ്. ഖബർ മുതൽ പരലോകം വരെ അവൻ അനുഭവിക്കുന്ന ലോകം. സഹോദരങ്ങളെ, ചിന്തിക്കുക, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ട് ബർസഖിന്റെ ലോകത്ത് അനുഭവിക്കാൻ തുടങ്ങി. എത്ര വർഷങ്ങൾ, നൂറ്റാണ്ട് കഴിഞ്ഞുപോയി, ഇപ്പോഴും ബർസഖിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബർസഖിന്റെ കാലം ആരംഭിച്ചു, 4000 വർഷങ്ങൾ കഴിഞ്ഞുപോയി. റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബർസഖിന്റെ ജീവിതം ആരംഭിച്ചു 1400 കൊല്ലം കഴിഞ്ഞുപോയി, ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ആ ബർസഖിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്ര കൊല്ലങ്ങൾ കിടക്കേണ്ടി വരും എന്നറിയില്ല. എന്നാൽ അതുണ്ട്. ദുനിയാവിൽ അഹങ്കരിക്കുന്നവരെ, ദുനിയാവിൽ മേന്മ പറഞ്ഞ് നടക്കുന്നവരെ, പരസ്പരം ആക്ഷേപങ്ങളും ചീത്ത വിളിച്ചും കൊലവിളി നടത്തിയും ജീവിക്കുന്നവരെ ഒരു തവണ നീ സൂറത്തൊന്ന് വായിക്കണം. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിന്റെ പൊങ്ങച്ചവും പെരുമയൊക്കെ നിങ്ങളങ്ങനെ അശ്രദ്ധരാക്കുക. നിങ്ങളൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെ ഉള്ളു കേട്ടോ. അബ്ദുറഹ്മാൻ നാസിർ സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ്, അന്നൽ ബർസഖ ദാറു മഖ്സൂദും മിൻഹാ അൻനുഫൂദു ഇലാ ദാരിൽ ബാഖിയ. ഈ ബർസഖ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള അവന്റെ പ്രവേശന കവാടമാണ്. അന്നല്ലാഹ സമ്മാഹും സായിരീൻ. അല്ലാഹു മനുഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത് സായിരീങ്ങൾ എന്നാണ്. സായിർ എന്ന് പറഞ്ഞ സന്ദർശകർ, വിസിറ്റേഴ്സ് എന്നാണ് അർത്ഥം. നമ്മളൊക്കെ ഈ ദുനിയാവിൽ സായിരീങ്ങളാണ്. വലം യസ്മഉ ലം യസ്മഉഹും മുഖീമീൻ. സ്ഥിരതാമസക്കാർ എന്ന് ഒരിടത്തും അല്ലാഹു വിളിച്ചിട്ടില്ല. വെറും കേവല സന്ദർശകർ എന്നെ വിളിച്ചിട്ടുള്ളൂ ദുനിയാവിൽ. എന്നാൽ ബർസഖിന്റെ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ മാറ്റാൻ പോവാണ്. മരണത്തോടെ മാറ്റാൻ തുടങ്ങുക. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് മാറ്റുക. വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ഒന്നുകൂടെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. ഈ ദുനിയാവിൻ്റെ കുടുംബത്തിൻ്റെ നാട്ടുകാരുടെ സ്നേഹിതന്മാരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് അവനെ ബർസഖിന്റെ വീട്ടിലേക്ക് മാറ്റാൻ പോകും ഒരു പ്രയാസമുണ്ട്. ഹത്താ ഇദാ ജാഅഹദുഹുൽ മൗത്ത്. അങ്ങനെ മരണം അവന് വന്നെത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊൻ. പുതിയ വീട് എനിക്ക് വേണ്ട, എന്നെ ഈ പഴയതിലേക്കൊന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഒഴിവാക്കിയ എല്ലാ നല്ല കാര്യങ്ങളും ഇനി മുതൽ ഞാൻ ചെയ്തോളാം. അവൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, മലമുറയിട്ടുകൊണ്ടിരിക്കും, കല്ലാ, വേണ്ട, ഇനി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊക്കെ അവൻ പറയുന്ന വാക്കുകൾ മാത്രമാണ്, അതൊന്നും പരിഹാരമല്ല. എൻ്റെ സുഹൃത്തുക്കളെ, ആ ബർസഖിന്റെ ലോകം ആരംഭിച്ച ഖബറിലേക്ക് അവനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷയുടെ ശിക്ഷയുടെ ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ആ ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ശിക്ഷകളുണ്ട് എന്നതിൻ്റെ തെളിവാണത്.
ആ ഖബറിനകത്ത് മനുഷ്യരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞു, ഒരുങ്ങണം നിങ്ങൾ ആ ജീവിതത്തിനു വേണ്ടിയിട്ട്. നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തിരുന്ന് പറഞ്ഞു, യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, നിങ്ങളെല്ലാവരും ഈ ഒരു വീടിനു വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. എന്റെ കാരണം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അറിയണം, ആ ഖബറിന്റെ ഉള്ളിൽ വിശക്തമായ വിചാരണ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു ജനാസയെ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ യുഖഅദുൽ മുഅ്മിനു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ അവനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. ഫയുഖാൽ, എന്നിട്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? മുഅ്മിനായ ആ ജീവിതം ദുനിയാവിൽ നയിച്ച ആളാണെങ്കിൽ ഫയഖൂൽ, അവൻ പറയുമത്രേ, അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹയാണ്. ഫയുഖാൽ, വീണ്ടും ചോദിക്കും, ആ ദീനുക, നിന്റെ ദീൻ ഏതാണ്, നിന്റെ മതം ഏതാണ്? ഫയഖൂലു അൽ ഇസ്ലാം, ഇസ്ലാമാണ് എൻ്റെ മതം. ഫയുഖാലു മൻ നബിയുക, ആരാ നിന്റെ നബി എന്ന് ചോദിക്കുന്നു. ഫയഖൂലു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ പറയും. ഫയഫ്സഹില്ലാഹു ഫീ ഖബരിഹി വയറാ മൻസിലഹു മിനൽ ജന്ന, നമ്മൾ കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ ഖബറിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് വയറാ മൻസിലഹു മിനൽ ജന്ന, ഖബറിനകത്ത് നിന്ന് അവൻ സ്വർഗത്തിൽ എവിടെയാ കിടക്കുന്നത് എന്നുള്ള സ്ഥാനം അവന് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. തിരിച്ചാണെങ്കിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ അവനോട് ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊന്നും എനിക്കറിയില്ല എന്നവൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്നാണ് പറയുന്നത്, അവന്റെ വാരിയെല്ലുകൾ പൊട്ടിപ്പിളരാൻ മാത്രമുള്ള ശക്തമായ കുടുസത അവൻ അനുഭവിക്കും. എന്നിട്ട് നരകത്തിൽ അവൻ കിടക്കുന്ന സ്ഥാനം അവൻക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ശക്തമായ പ്രഹരമാകുന്ന അടി അവനെ അടിച്ചുകൊണ്ടിരിക്കും. ഭൂമിയിലെ മനുഷ്യരും ജിന്നുവർഗമില്ലാത്തവർക്ക് ആ ശബ്ദം വരെ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖബറിനകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ നമുക്ക് ദുനിയാവ് കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട്. ഇതൊരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല. ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മരിക്കുവോളം ദീന് പഠിപ്പിച്ചു കൊടുക്കൂല, മരണം വരെ സൽക്കർമ്മങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞാൽ തലക്ക് ഭാഗത്തിരുന്ന് വലിയ യാസീൻ സൂറത്തൊക്കെ എടുത്ത് വലിയ ഓത്തൊക്കെ ഓതി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതും, അന്ന് എല്ലാവരും പരലോകത്ത് വരപ്പെടുന്നൊക്കെ. മരിക്കുന്നതിന് മുമ്പ് യാസീൻ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായോ? ആലോചിച്ചു നിങ്ങൾ, മരണത്തിന് ശേഷമാണ് നമ്മുടെ വലിയ ഉപദേശങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഖബറിലേക്ക് ഇറക്കുന്ന നമ്മുടെ പല പരിസരങ്ങളിലുമുള്ള ഖബർസ്ഥാനുകളിലൊക്കെ കാണാം, ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയത് മുതൽ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക. അതൊക്കെ ജീവിതകാലത്തൊരു മനുഷ്യൻ ഓതിയാൽ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന സൂറത്താണ്. അന്ന് ആരും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി ഓതിക്കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് തലക്കു ഭാഗത്തിരുന്ന് മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ ഖബറിന്റെ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ്, ഇതാ നിന്റെ അടുത്ത് 2 മലക്കുകൾ വരും. എന്നിട്ടോ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ എന്നാ പറഞ്ഞു കൊടുക്കണറിയോ? മരിച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഉസ്താദിനോട് പോയിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന് മുമ്പ് തരണം. പറയാൻ കഴിയണം. നമ്മൾ എന്തിന് ചെലവിന് കൊടുക്കണം, നമ്മൾ എന്തിന് പരിസംഖ്യ കൊടുക്കണം, നമ്മൾ എന്തിന് ഭക്ഷണം കൊടുക്കണം. എന്നോട് എന്തെങ്കിലും ദീനിന്റെ ഉപദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന്റെ മുമ്പ് എന്നെ പഠിപ്പിച്ചു തരൂ. പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയണം, ഞാൻ മരണപ്പെട്ടതിന് ശേഷമല്ല നിങ്ങൾ എനിക്ക് ഉപദേശം തരേണ്ടത്,
ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എനിക്ക് ദീന് പഠിപ്പിച്ചു തരണം, ഉപദേശം നൽകണം. എന്നിട്ട് 3, 4, 70, 100 ആണ്ടും അടിയന്തരങ്ങളും തിന്ന് കൊഴുത്ത് നടക്കുന്നവർ തന്റെ മയ്യത്തിന് പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ആലോചിച്ചോ, ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാകണം. അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കണം. അള്ളാഹിനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രതിജ്ഞയുണ്ടാവണം. എല്ലാ നിലക്കും അള്ളാഹുവിൽ അടിയുറച്ചവർക്കേ അത് പറയാൻ കഴിയൂ. പിന്നെ പറഞ്ഞതെന്താ? എൻ്റെ ദീന് ഇസ്ലാമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയോ? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശയാത്തി ശൈത്വാൻ, ശൈത്വാനിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. പിശാച് പല വഴികൾ നിങ്ങൾക്ക് തരും, ഇസ്ലാമല്ലാത്ത പല മാർഗങ്ങൾ തരും. നിങ്ങൾ അതിലേക്ക് കയറരുത്. ഇസ്ലാമിനകത്തു ജീവിക്കുന്നവർ പോലും ശ്രദ്ധിക്കണം, ചിലത് മാത്രം അംഗീകരിച്ചാൽ പോരാ. വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ചിലതൊക്കെ വിശ്വസിക്കും, ചിലതൊക്കെ അങ്ങ് നിഷേധിക്കും. ആ ദീന് കൊണ്ട് കാര്യമില്ല, അവർക്ക് പറയാൻ കഴിയില്ല. ഈ ദീനിനെ കൈവിട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും വക്താക്കളോ കൊണ്ടുവന്നിട്ട് തരുന്ന മാലയുമിട്ട് അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടുന്ന ആളുകൾ ആലോചിക്കണം. നാളെ ഖബറിനകത്ത് ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ അത് വേണ്ടെന്ന് വലിച്ചെറിഞ്ഞവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? ഖസിറ ദുനിയാ വൽ ആഖിറ, ദുനിയാവും പോയി ആഖിറവും പോയി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ കല്യാണ ഫോട്ടോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. 3 മാസങ്ങൾക്കോ 4 മാസങ്ങൾക്കോ ശേഷമുള്ള ഒളിച്ചോടിയ പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ ദുരന്ത കഥകൾ നിങ്ങൾ ആരെങ്കിലും പോയി അന്വേഷിച്ചോ? ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൂടെയുണ്ടോ? ഏതെങ്കിലും സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ ദുരന്ത പാഠങ്ങളിൽ അവരുടെ കൂടെ ഇല്ല. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട പുതുതലമുറയോടാ പറയുന്നത്. ഇസ്ലാമിലേക്ക് ശരിക്ക് പൂർണ്ണമായി വന്നോ, ഇല്ലെങ്കിൽ നിനക്കത് പറയാൻ കഴിയില്ല. അതേപോലെ പ്രിയപ്പെട്ട കാരണവന്മാരെ, പള്ളിയിൽ മാത്രം പോരാ ഇസ്ലാം, കല്യാണ വീടുകളിൽ ഇസ്ലാം വേണം. പല സഹോദരങ്ങളും അങ്ങനെ, അതുവരെ ദീനാണ്. കല്യാണത്തിൻ്റെ അന്ന് ദീൻ അവർക്ക് ആവശ്യമില്ല. അവിടെ പാട്ടും പേക്കൂത്തുകളുമുണ്ട്. അവിടെ ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞത് പലതും നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പള്ളിയിൽ മാത്രമല്ല ഇസ്ലാം, ടൂർ പോകുമ്പോൾ ഇസ്ലാമുണ്ട്. സുഹൃത്തുക്കളെ, പള്ളിയിലും നിസ്കാരത്തിലും മാത്രമല്ല, വീട് നിർമ്മിക്കുന്നിടത്ത് ഇസ്ലാമുണ്ട്. സുഹൃത്തുക്കളെ, കച്ചവടത്തിൽ ഇസ്ലാമുണ്ട്. കടം മേടിക്കുന്നിടത്ത് ഇസ്ലാമുണ്ട്. എല്ലാത്തിലും ഇസ്ലാമുണ്ട്. ചിലത് മാത്രം എടുത്താൽ പോരാ, ഇഷ്ടമുള്ളത് എടുത്താൽ പോരാ. പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അടുത്തതെന്താ? ഈ പ്രവാചകരെ കാണിച്ചുകൊണ്ട് ഉത്തരം പറയാൻ ഇതാരാണ്? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂജഹലിന് ഇത് ഞങ്ങളെ നബിയാണെന്ന് പറയാൻ കഴിയില്ല. കണ്ട ആളാണ്. അബൂലഹബിന് ഇത് ഇന്ന നബിയാണെന്ന് പറയാൻ കഴിയില്ല. എന്തേ? അവർ വിശ്വസിച്ചിട്ടില്ല, അവർ പിൻപറ്റിയിട്ടില്ല, അവർ സ്നേഹിച്ചിട്ടില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഇതെൻ്റെ നേതാവാണെന്ന് പറയാൻ സാധിക്കുക? ആ ഉത്തരങ്ങൾക്ക് കൃത്യമായ നല്ല ഒരു ബോധത്തോടെ അത് പറയാൻ കഴിഞ്ഞാൽ അവനോട് പറയും, എത്രനം കനൗമത്തിൽ അറൂസ്, ഒരു പുതുമണവാളൻ തൻ്റെ ആദ്യ രാത്രിയിലെ ഉറക്കം പോലെ സുന്ദരമായ ഉറക്കത്തിലേക്ക് നീ പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുക. നമ്മുടെ ഖബറിലേക്ക് വെളിച്ചം കിട്ടണോ? നാട്ടുകാരിൽ നോക്കിയിട്ട് കാര്യമില്ല, നാട്ടുകാർ തിന്നെണീറ്റ് പോയിട്ട് കാര്യമില്ല. നീ അധ്വാനിച്ചോ. മരിക്കണതിൻ്റെ മുമ്പ് ബർസഖാകുന്ന യഥാർത്ഥ വീട്ടിലേക്ക്, പരലോകത്തിലേക്ക് പോകാനിരിക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് വേണ്ടി നമ്മളങ്ങ് പണിയെടുക്കണം. ഖബറിൽ വെളിച്ചം കിട്ടാൻ എന്താ മാർഗം? എല്ലാം നഷ്ടപ്പെട്ടാലും അവന് പ്രതിഫലം കിട്ടും. സദഖത്തുൻ ജാരിയ, അവൻ ചെയ്ത ബാക്കിയാകുന്ന എന്നും പ്രതിഫലം കിട്ടുന്ന സദഖ ചെയ്തു പോയിക്കോ, നിനക്കതിൻ്റെ കൂലി കിട്ടും. ഇൽമു യുന്തഫഉ ബിഹി, പ്രയോജനപ്രദം ധാരാളം അറിവ്, അത് പകർന്നു കൊടുത്താൽ, അറിഞ്ഞു കൊടുത്താൽ, അത് അയച്ചു കൊടുത്താൽ കിട്ടുന്ന നിന്റെ നന്മ. വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുണ്ടോ,
അവനതിൻ്റെ ഗുണം കിട്ടും. അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടോ അവൻക്കതിൻ്റെ ഗുണം കിട്ടും. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ മയ്യിത്ത് നമസ്കാരങ്ങളും ആ മയ്യിത്തുകൾക്ക് ലഭിക്കുന്ന ഒരു ഗുണമുണ്ട്. മാമിൻ മുസ്ലിമിൻ യമൂതു, ഒരു മുസ്ലിം അങ്ങ് മരിക്കുന്നു, ഫയഖൂമു അലാ ജനാസതിഹി, അവന്റെ ജനാസക്ക് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. 40 റജുല, 40 ആളുകൾ, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത 40 ആളുകൾ അവന് വേണ്ടി നമസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീ, അവന്റെ ശുപാർശ അവർക്ക് സ്വീകരിക്കപ്പെടുന്നതാണ്. അവരുടെ പ്രാർത്ഥനകൾ അവൻക്ക് സ്വീകരിക്കപ്പെടുന്നതാണ്. ജനാസ നമസ്കരിക്കാൻ വരണം. ജനാസയുടെ നമസ്കാരത്തിന്റെ സമയമുണ്ടെന്നറിഞ്ഞാൽ അവിടെ നാം എത്തണം. സഹോദരങ്ങളെ, ഇന്ന് അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഏതോ നാട്ടിൽ എവിടെയോ മരിച്ച സഹോദരന് വേണ്ടി ആഴ്ചകൾക്ക് ശേഷം എല്ലാവരും മയ്യിത്ത് നമസ്കരിക്കണമെന്ന കല്യാണക്കത്ത് പോലെ കത്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും മയ്യിത്ത് നമസ്കരിക്കാൻ. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട മയ്യിത്തിന് വേണ്ടി മറവ് ചെയ്തതിനു ശേഷം നമസ്കരിച്ചത് എപ്പോഴെന്നറിയോ? നജാഷിയിലെ ഒരു രാജാവ് മുസ്ലിമായി, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തെ മറവ് ചെയ്തു. ഒരൊറ്റയാള് മയ്യിത്ത് നമസ്കരിക്കാൻ ഉണ്ടായിരുന്നില്ല. അന്ന് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി നമസ്കരിക്കണം. പിന്നെ എത്രയോ സഹാബത്ത് ഇസ്ലാമികമായ മാർഗത്തിൽ മരണപ്പെട്ടു, അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു. വേറെ ഒരു നാട്ടിൽ പോയി നമസ്കരിക്കാൻ പിന്നീട് മറവ് ചെയ്തതിന് ശേഷം നമസ്കരിച്ച രംഗം കാണാൻ സാധിച്ചില്ല. എന്നാൽ ഒരിക്കൽ മദീന പള്ളി അടിച്ചുവാരി വൃത്തിയാക്കുന്ന ഒരു സഹോദരി മരിച്ചു. നബി തങ്ങൾ അറിഞ്ഞില്ല, മറവ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ചോദിച്ചു, അവരെവിടെ പോയി? അവരെ കാണാനില്ല, അവരും മരണപ്പെട്ടു പോയി. എങ്കിൽ എനിക്ക് അവരുടെ ഖബർ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് ഖബറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ വെച്ച് നമസ്കരിച്ചു. ഇസ്ലാമിലുള്ളത് ചെയ്യാൻ നമ്മൾ കാണിക്കേണ്ടത്. ഇസ്ലാമിനില്ലാത്ത, പരിചയമില്ലാത്ത, സ്വഹാബത്തിന്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ കേമമായി കൊണ്ടു നടക്കുന്ന പലരുമുണ്ട്. സംശയമായി പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലാണെങ്കിൽ നാട്ടില് മയ്യത്തിന് കൂലി കിട്ടാൻ, മയ്യത്തിന് പ്രതിഫലം കിട്ടാൻ എന്ന പേരില 3, 7, 40 ആണ്ടുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ. എവിടെ നിന്നാണ് ഇത് തുടക്കം കുറിച്ചത്? ആരാണിത് തുടങ്ങിയത്? ആലോചിക്കുക. അത് കഴിഞ്ഞപ്പോൾ പുതിയ ഓരോ 10 കൊല്ലം കൂടുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. 70,000 തഹ്ലീലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ്. കുടുംബക്കാരെല്ലാവരും കൂടി 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അവർ പല നിലക്കും ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി, അതേ മൂത്ത മകൻ ഇത്ര തഹ്ലീൽ, ഇന്നയാൾ ഇത്ര തഹ്ലീലൊക്കെ ചൊല്ലി മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഏത് സ്വഹാബിയാണ് നമ്മളത് പഠിപ്പിച്ചത്? ഏത് മദ്ഹബിൻ്റെ ഇമാമാണ് ആ ഖൗല് നമ്മളെ പഠിപ്പിച്ചത്? അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷമല്ല നമ്മൾ അവർക്ക് പുണ്യം ചെയ്യേണ്ടിയിരുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ പോലും പൈസ കൊടുക്കാത്ത മനുഷ്യനേക്കും മരിച്ചാൽ പിന്നെ അവൻ അവിടെ ഭയങ്കര വലിയ നേതാവായി മാറും. പുതിയ ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് ഖത്മ് ചെയ്യാൻ. ഒരു 5-10 കൊല്ലമായിട്ടുള്ളൂ. കുടുംബത്തിൽ വല്യമ്മ മരണപ്പെട്ടു, എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു, അതാ നമ്മൾ ഖത്മ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രാമത്തെ ജുസ് ഇന്ന പങ്ങള്, ഇത്രാമത്തെ ജുസ് ഇന്ന ജ്യേഷ്ഠൻ, ഇന്ന അനിയൻ, ഇങ്ങനെ ഓരോരുത്തർക്ക് ലിസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുക. ഈ സാധുക്കൾ ഓതോ ശരിക്ക് പോലെ പള്ളിയും നിസ്കാരം പോലും ഇല്ലാത്ത ആളുകളായിരിക്കും. എന്നിട്ട് അവസാനം ഗ്രൂപ്പിൽ തൻ്റെ പേരിനൊരു മോശം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഖത്മ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയൂ, ഏത് മദ്ഹബിലാണ് ഇതുള്ളത്? ഏത് ഇസ്ലാമിൻ്റെ സ്വഹാബിയാണ് ഈ മാർഗം നമ്മെ പഠിപ്പിച്ചത്? ഇതൊക്കെ ജനങ്ങളെ ശരിയായ രൂപത്തിൽ ബോധവൽക്കരിക്കേണ്ടുന്ന സദസ്സുകൾ പോലും നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ ബർസഖാകുന്ന ലോകം കഴിഞ്ഞാൽ അവസാനിക്കില്ല എന്നും സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്നൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ഏറ്റവും നല്ല വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.